Sir, BJP, everyone knows, is the political outfit of the RSS. We all know that there is no space for a single woman in the RSS. Why? Why the Rashtra Sevika Samiti was formed? Why? No, answer me. Why the Rashtra Sevika Samiti was formed? Because you don't believe that a woman can sit with the man in the RSS. That's the reason. So it's ideological. Because BJP and RSS believe that Nastri Swatantra Varhati. Because you follow Manusmriti. The followers of Manusmriti cannot be sincere to a human empowerment bill. We are sure of that. But you are concerned only about the electoral victories, and for that purpose you brought it. 2029 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതിക്കായി ചില ബില്ലുകൾ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇതിനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നു. നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണം ഉറപ്പാക്കണമെന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം ആർക്കും ഉണ്ടാകാനിടയില്ല. ഇക്കാര്യത്തിൽ ആശയതലത്തിലും പ്രായോഗിക തലത്തിലും വ്യത്യസ്ത സമീപനമുള്ളത് BJPക്കും അതിനെ നയിക്കുന്ന RSSനും മാത്രമായിരിക്കും. സംഘടനയ്ക്കുള്ളിൽ സ്ത്രീകൾക്ക് അംഗത്വം നിഷേധിച്ചിരിക്കുന്നവരാണ് RSS. മനുസ്മൃതിയുടെ പ്രത്യയശാസ്ത്ര അടിത്തറയാണ് എക്കാലത്തും അവരെ നയിക്കുന്നത്. ഈ വസ്തുതകൾ രാജ്യത്തിന് മുന്നിൽ ഉള്ളതുകൊണ്ടാണ് വനിതാ സംവരണം ധൃതി പിടിച്ച് നടപ്പാക്കാനുള്ള BJP സർക്കാരിന്റെ നീക്കത്തിനു പിന്നിൽ ദുരൂഹമായ താൽപര്യങ്ങളുണ്ടെന്ന ആക്ഷേപം ഉയരുന്നത്. 2027 സെൻസസ് അടിസ്ഥാനമാക്കി 2028 മണ്ഡല പുനർനിർണയം നടത്തുകയും അതിനുശേഷം വനിതാ സംവരണം ഉറപ്പാക്കുകയും ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ അവതരിപ്പിച്ച നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. അതിൽ നിന്നും മാറി വളരെ വേഗം ആ നിയമത്തിൽ ഭേദഗതിക്കായി ബിൽ കൊണ്ടുവന്ന് മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനു പിന്നിലുള്ളത് നിഗൂഢമായ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന ആക്ഷേപം ശക്തമായി പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കഴിഞ്ഞു. വനിതാ സംവരണം പോലുള്ള ഒരു പുരോഗമന ആശയത്തെ മറയാക്കി തങ്ങളുടെ അജണ്ട നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. നിലവിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബിൽ അനുസരിച്ച് ലോക്സഭയുടെ അംഗസംഖ്യ 543 നിന്നും 850 ആകും. സംസ്ഥാനങ്ങളിൽ നിന്നും 815 അംഗങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 35 അംഗങ്ങളും ഉണ്ടാകും. ഇതിനായി മണ്ഡല പുനർനിർണയ കമ്മീഷനെ നിയോഗിക്കാനുള്ള ബില്ലും പാർലമെന്റിൽ അവതരിപ്പിക്കും. മണ്ഡല പുനർനിർണയ കമ്മീഷൻ 2011 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയാകും മണ്ഡല പുനർനിർണയത്തിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നത്. കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യാനാകില്ലെന്ന വ്യവസ്ഥയും ബില്ലിലുണ്ടെന്ന വിവരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനസംഖ്യാനുപാതികമായി മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പാർലമെന്റിലെ പങ്കാളിത്തത്തെ ദോഷകരമായി ബാധിക്കുമെന്ന വസ്തുത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു. BJPക്ക് രാഷ്ട്രീയമായി സ്വാധീനമില്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപ്രസക്തമാക്കി തങ്ങളുടെ രാഷ്ട്രീയ മേൽക്കോയ്മ ഉറപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത് എന്ന വിമർശനം ശക്തമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് സാധാരണ നിലയിലുള്ള ഭരണപരിഷ്കാരമായി ചുരുക്കി കാണാനാവില്ല. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്ന ഗുരുതരമായ സംശയമാണ് ഉയർന്നിട്ടുള്ളത്. ഈ നീക്കം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും തുല്യനീതിയെയും സാരമായി ബാധിക്കുന്നതാണ് എന്ന വിമർശനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുമായി സമവായത്തിലെത്താതെയാണ് ഇത്തരം നിർണായക വിഷയത്തിൽ കേന്ദ്രം മുന്നോട്ടു പോകുന്നത്. ജനസംഖ്യാ നിയന്ത്രണത്തിലും വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിലും മുന്നേറി ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിച്ച സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നതെന്ന ആശങ്ക കേരളം മുന്നോട്ട് വയ്ക്കുന്നു. ജനസംഖ്യ നിയന്ത്രിച്ചാൽ നഷ്ടം, നിയന്ത്രിക്കാതെ ഇരുന്നാൽ നേട്ടം എന്ന സന്ദേശം രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ദിശയായി മാറുന്നത് അപകടകരമാണ് എന്നും കേരളം ചൂണ്ടിക്കാട്ടുന്നു. സ്വാതന്ത്ര്യാനന്തരം കേന്ദ്ര സർക്കാരുകൾ തന്നെ പ്രോത്സാഹിപ്പിച്ച കുടുംബാസൂത്രണ നയങ്ങൾ അനുസരിച്ച് ജനസംഖ്യ നിയന്ത്രിച്ച സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ ആനുപാതിക പ്രാതിനിധ്യം കുറയുകയും അതേസമയം നിയന്ത്രണത്തിൽ വീഴ്ച വരുത്തിയ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുകയും ചെയ്യുന്നത് ഇരട്ട നീതിയാണ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. കേരളം മാത്രമല്ല, തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പാർലമെന്റിൽ സീറ്റ് നില പുനഃക്രമീകരിക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണം. അതിവേഗതയിൽ ഏകപക്ഷീയമായി കൈക്കൊള്ളാനുള്ളതല്ല ഇത്തരം തീരുമാനങ്ങൾ. എല്ലാ സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് സമവായത്തിന്റെ പാതയിലാകണം മണ്ഡല പുനർനിർണയം നടത്തേണ്ടത്. വനിതാ സംവരണത്തെ സങ്കുചിത രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള മറയാക്കരുത്.